കിടക്കാം, അവരോട് ചോദിക്കാം അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്, അവിടെ ഏത് തരത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് എന്ന് അവരോട് ചോദിക്കാം. കൂടുതൽ ആളുകളെ അവിടെ നിന്നും മാറ്റി സുരക്ഷിതമായ തീരത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു അപകട സാധ്യതയുള്ള ഇടത്തു നിന്നും മാറ്റുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷാപ്രവർത്തകർ തോളിലേറ്റിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അവർ ഇപ്പോഴും ആളുകൾ അവിടെ ഇനിയും ഉണ്ട് എന്നാണ് ഒരു കണ്ണ് നിറഞ്ഞ് ഒരു അമ്മ നമ്മളോട് പറഞ്ഞത്. ആളുകളെ ഇപ്പോഴും കൂട്ടത്തേക്ക് കൊണ്ടുവരികയാണ്, അവർ പുറത്തേക്ക് വരികയാണ്. നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ എവിടെ താമസിച്ചിരുന്ന ആളുകളാണ്? അവിടെ ആൾക്കാരുണ്ടോ? ഇനി ഉണ്ട്, ഇഷ്ടംപോലെ ആളുണ്ട്. നിങ്ങൾ ഏത് ഭാഗത്ത് താമസിച്ചിരുന്നവരാണ്? ഞങ്ങള് ചൂരൽമല ഇവിടുന്ന് പോയതാ, പണിക്കാരാ പോയതാ. അവിടെ പണിയുണ്ട്. ആ ഭാഗത്ത് പണിക്ക് പോയതാണ്? രാവിലെ പോയതാ. കുറെ പേരുണ്ടായിരുന്നു അവിടെ? കുറെ പേരുണ്ട്, 100-200 പേരുണ്ട്. അല്ല, അവിടെ പോയി പാലം പോയതുകൊണ്ട് രക്ഷയില്ലായിരിക്കും കൊണ്ടുവരാൻ? ഇല്ല, കൊണ്ടുപോയില്ല, നടന്നു വരുന്നു. വണ്ടി ഇതുവരെ വരുന്നു. അല്ല, അവിടുന്ന് വേറെ വഴിയില്ലല്ലോ? ഇനി വേറെ വഴിയില്ല, പോയാണെങ്കിൽ. ആളുകളൊക്കെ സേഫാണ്? സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് ചൂരൽമലയിൽ നിന്ന് മറ്റുമൊക്കെ രാവിലെ ജോലിക്ക് പോയ ആളുകളാണ്. അംഗൻവാടിയിലെ ഹെൽപ്പറാണ്. അവിടെ കുട്ടികളുണ്ടായിരുന്നു? കുട്ടികളുണ്ടായിട്ടില്ല, ഞങ്ങൾ ഹെൽപ്പറും ടീച്ചറും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ അംഗൻവാടിയിൽ ടീച്ചേഴ്സ് ആയിരുന്നു. അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? അല്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. കുട്ടികൾ വന്നിരുന്നു എന്നാണ്? കുട്ടികൾ 2 കുട്ടികൾ വന്നിരുന്നു. രാവിലെ തന്നെ അവരെ തിരിച്ചു പറഞ്ഞു വിട്ടു, മഴ കാരണം. പിന്നെ പോയി ഞങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞപാടെ ഇങ്ങനെ. ആ സമയത്തൊന്നും അല്ല വന്നെന്നുള്ള? ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചൂരൽമല ഉരുളുപൊട്ടിയിട്ട് പുറത്താണല്ലോ താമസിക്കുന്നത്. ഇവിടുന്ന് കടന്നു പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് ആരെ വിളിച്ചു, ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നു, മീനാക്ഷി പൊട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട്. ഏത് അംഗനവാടി ടീച്ചർ? ഏലവയിൽ. നിങ്ങൾ ഈ ചൂരൽമല അപകടം ഉണ്ടായ സ്ഥലത്തുള്ള ആളുകളായിരുന്നോ കഴിഞ്ഞ തവണ? ഞങ്ങൾക്ക് ടൗൺഷിപ്പിലാണ് വീട്. ടൗൺഷിപ്പിൽ വീട് വന്നു. നിങ്ങളുടെ വീടൊക്കെ കഴിഞ്ഞ തവണ പോയതാണോ? കഴിഞ്ഞ തവണ പോയതാണ്. ഇത്തവണ എന്തായാലും തലതാഴേക്ക് രക്ഷപ്പെട്ടു കുറച്ച് നേരത്തെ അല്ലേ? കുട്ടികളും ഇല്ലാഞ്ഞ ഭാഗ്യമായി. കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ ആളുകള്. അമ്മ, നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഞങ്ങൾ ചൂരൽമല. അല്ല, ഇവിടെ എന്താ ജോലിക്ക് പോയതാണോ? ജോലിക്ക് പോയത്. നിങ്ങളൊക്കെ ചൂരൽമലക്കാരാ? ചൂരൽമല ഞങ്ങൾ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. എന്ത് ജോലിക്കായിരുന്നു? എസ്റ്റേറ്റ് ജോലി, തൈല. അതിന് പോയതാണ്. പോകുമ്പോഴൊന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെ പോയിട്ട് ഒരു 11 ആകുമ്പോഴാണ് ഈ വിവരം കിട്ടിയത്. ഞങ്ങളൊക്കെ ടൗൺഷിപ്പ്. കഴിഞ്ഞ തവണ അല്ലേ അന്ന് വീട് പോയതിൽ പെട്ടതാണ്. പിന്നെ ടൗൺഷിപ്പിൽ വീടൊക്കെ കിട്ടി. ഒരു മാസമായി ഞങ്ങൾ വീട്ടില് താമസം തുടങ്ങിയിട്ട്. ഇനി ഒരുപാട് ആൾക്കാർ താമസിക്കാനുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണം. അവിടെ ആൾക്കാരുണ്ട്, അവിടെ നിന്ന് കിടക്കാനുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ഏത് സമയത്താണ് രാവിലെ ജോലിക്ക് പോയത്? ജോലിക്ക് ഞങ്ങൾക്ക് 8 മണിക്ക് ജോലിക്ക് എത്തണം. ഞങ്ങൾ ഇവിടുന്ന് 7 മണി, രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ 7 മണി 7:30 ആകുമ്പോൾ ഞങ്ങൾ അവിടെ ജോലി സ്ഥലത്ത് എത്തുന്നതാണ്. എന്തായാലും ആ സമയത്തായതുകൊണ്ട് നിങ്ങൾ നേരത്തെ പോയതുകൊണ്ട്. ഞങ്ങൾ നേരത്തെ പോയ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 1 ടൈം ആയിരുന്നു പണി. മഴ കാരണം മാനേജർ 1 ടൈം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തൂക്കി. ആളുകളൊന്നും പോയ സമയത്ത് ഭാഗ്യം. അത് ദൈവത്തിന്റെ ഒരു കുരുത്തം കൊണ്ട് ആൾക്കാർ, എന്നാലും ഒരുപാട് ആൾക്കാർ അതിൽ പെട്ടല്ല. അതിൽ ഭയങ്കര വിഷമമുണ്ട്. നിങ്ങൾ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്ക് അതൊരു അപകടം കഴിഞ്ഞ് ഒരു കുറച്ച് ഇങ്ങനെ മാറി വരുമ്പോഴത്തേനും ഇപ്പൊ ഇതൊരു അപകടം വന്ന്. ഇവരൊക്കെ ഒരു അപകടം കഴിഞ്ഞ തവണ നേരിട്ട് വീട് നഷ്ടപ്പെട്ട ആളുകളും ടൗൺഷിപ്പിൽ താമസിക്കുന്നവരാണ്. ഇവർ ഈ വഴിയാണ് അങ്ങോട്ട് പോയത് രാവിലെ. അല്ല, നമ്മൾ പറഞ്ഞില്ലേ, വളരെ ആകസ്മികമായിട്ടുള്ള ഒരു അപകടമാണ്. എങ്കിൽ കൂടി ഇങ്ങനെ ഇവിടെ ലാൻഡ് സ്ലൈഡിന് സാധ്യത നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ദിവസം PWD സെക്രട്ടറി ഉൾപ്പെടെ അവിടെ വന്നു പോയതാണ്. അവർ പരിശോധിച്ച് ചില പ്രിക്കോഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് എടുത്തിട്ടുണ്ട് തീരുമാനങ്ങൾ. അതുപോലെ ഇവിടുത്തെ പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് ചില തീരുമാനം എടുത്ത് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണുമായി ബന്ധപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. പക്ഷെ അതിന് വേണ്ടത്ര ഗൗരവമായ ഒരു മുൻകരുതൽ ഉണ്ടായിട്ടില്ല എന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കണം. അതാണ് ആളുകളെ സുഖമായി എത്തിച്ചു. ബാക്കിയുള്ളവരെ കൂടെ സുരക്ഷിതമായി എത്തിക്കാനുള്ള നീക്കങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ട അമ്മ കഴിഞ്ഞ തവണത്തെ അപകടത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ടതാണ്. അവരെന്തായാലും രാവിലെ 8 മണിക്കാണ് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനായി ആ ഭാഗത്തേക്ക് പോയത്. എന്തായാലും ആ പോയ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒന്നും അല്ല അപകടം ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും ഇതര സംസ്ഥാനക്കാരായ അല്ലെങ്കിൽ ആ ജോലി എടുത്തിരുന്ന ആളുകൾ നഷ്ടപ്പെട്ടല്ലോ, അല്ലെങ്കിൽ അവരെ കാണാതായല്ലോ എന്ന വിഷമം ആ അമ്മയുടെ വാക്കുകളുണ്ട്. അവരിപ്പോൾ ചൂരൽമലയ്ക്കായി പ്രത്യേകം നിർമ്മിച്ച ടൗൺഷിപ്പിലാണ് താമസിക്കുന്നത്.
താമസിക്കുന്നത്. അവിടെ നിന്നുമാണ് ഈ സ്ഥലത്തേക്ക് എസ്റ്റേറ്റിലേക്ക് അവർ ജോലി ചെയ്യാനായി ഇറങ്ങിയത്. എന്തായാലും അപകടത്തിന്റെ ഒരു വ്യാപ്തി അത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് പറയുമ്പോൾ ആളുകളുടെ നഷ്ടം പരിഹരിക്കാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ തവണ അപകടത്തിൽ വലിയ നഷ്ടം നേരിട്ടവർക്ക് തന്നെയാണ് അവർ തന്നെയാണ് ഇത്തവണ അവിടെ കുടുങ്ങിപ്പോയത്. അല്ലെങ്കിൽ അത്തരത്തിൽ കഴിഞ്ഞ തവണ അപകടം പറ്റിയ ശേഷം ചൂരൽമലയിലെ ടൗൺഷിപ്പിൽ താമസിക്കുന്ന ആളുകളാണ് അവിടുത്തെ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോയത്. അവിടെ നിരവധി പേർ ഇപ്പോഴുമുണ്ട്. അവരെ ഇവിടെ മറുകരയിലേക്ക് എത്തിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കാരണം മഴ കനക്കുകയാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധിയുണ്ട്. രാവിലെ അംഗൻവാടിയിലേക്ക് പോയ അംഗൻവാടി വർക്കറെയും ടീച്ചറെയുമാണ് നമ്മൾ കണ്ടത്. അവരെന്തായാലും കുട്ടികൾ വന്ന ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചുപോയി. കുറച്ച് കുട്ടികൾ മഴ കാരണം വന്നിരുന്നില്ല. അതുകൊണ്ടൊക്കെ ആ സമയത്ത് ഇവർ പോകുമ്പോഴോ അപകടം ഉണ്ടാവാഞ്ഞതിനാൽ അവർക്ക് പ്രത്യേകിച്ചൊരു ആപത്ത് വരുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ വഴി തടസ്സപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറുകരയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നും ഉള്ളത്. നമുക്ക് ആളുകളിലേക്ക് തന്നെ പോകാം. നിങ്ങളൊക്കെ എവിടെയുള്ള ആളുകളാണ്? അവിടുന്ന് കൊണ്ടുപോകുന്നതാണോ? ടൗൺഷിപ്പിലാണ് താമസിക്കുന്നത്? അല്ലല്ല, ഞങ്ങൾ ചൂരൽമലയിലാണ് താമസം. ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് അവിടെ മേപ്പാടിയിലേക്ക് കൽപ്പറ്റ പോയതാ. അപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് അപ്പുറം കടക്കും വേണം. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ ഇപ്പുറത്തെത്തിക്കുള്ളൂ. അല്ല, ചൂരൽമലയിൽ ഞങ്ങള് സേഫായ സ്ഥലത്ത് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന്? ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നപ്പോ അങ്ങോട്ട് കടത്തി വിടാൻ പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. 96 വയസ്സായ അമ്മയൊക്കെ ഉണ്ട് എന്റെ വീട്ടില്. എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. അതുകൊണ്ട് അവിടെ കുറച്ചാളുണ്ട് താമസിക്കുന്നുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ആളുണ്ടോ ഇപ്പൊ? ഇല്ല, അമ്മേന്റെ അടുത്ത് ആരും ഇല്ല. അതാണ് 96 വയസ്സുള്ള അമ്മ ഒറ്റയ്ക്കാണോ? അമ്മ ഞാൻ വൈകുന്നേരം തിരിച്ചെന്നും പോകുന്നതല്ലേ. അങ്ങനെ അമ്മേനെ അവിടെ ആക്കിയിട്ട് വന്നതാണ്. ചേച്ചി ഉണ്ട് ഇവിടെ അടുത്ത തൊഴിലുറപ്പിന് പണിക്ക് പോണതാ. അപ്പൊ ഞങ്ങൾ ചേച്ചീനെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വേപ്പാടി വന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനോ അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാനോ പറ്റാത്തൊരവസ്ഥയാണ്. അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. നിങ്ങളൊക്കെ ഇവിടെ വേപ്പാടി പോയവരാ? തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുക? ഇതെല്ലാം മറുവശത്ത് ഞങ്ങളൊക്കെ ഇതുപോലെ മേപ്പാടിക്ക് വന്നാണ് ഓരോ ആവശ്യത്തിന്. തിരിച്ച് വീട്ടിലെത്തണം. പശുക്കളും കോഴിക്കളും ആടുകളും ഒക്കെ ഉള്ളതാണ്. അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? ഇല്ല എന്നാണ് പറവ്. അവിടെ പോയാലും രാവിലെ വന്നാൽ ഞങ്ങൾ രാവിലെ 10 മണിക്ക് അല്ല, അവിടെ വിളിച്ച് ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ. പക്ഷെ അമ്മയ്ക്ക് വിളിക്കാൻ അവിടെ അമ്മ പ്രായതല്ല, അമ്മ കിടക്കുകയാണ്. പിന്നെ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചി പോയി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ താഴെ ചേച്ചി ഉണ്ട് അടുത്ത്. ഇവിടെ നിൽക്കുമ്പോ ഒരു ടെൻഷനാണ് അല്ലേ? ഒരു ടെൻഷനാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് പോയേ പറ്റൂ. നമുക്ക് അവര് വിട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ഒരു ആവശ്യത്തിന് വന്നതല്ലേ. ഞങ്ങൾ മാറി താമസിക്കണമെങ്കിൽ അവരും കൂടെ കൂട്ടണം. അതാണ്. അതായത് മേപ്പാടി ഭാഗത്തേക്ക് രാവിലെ വന്ന ആളുകളുണ്ട്. അവരുടെ മാതാപിതാക്കൾ. ചേച്ചി എവിടെ? ഞങ്ങൾ ചൂരൽമല അങ്ങോട്ട് പോകാൻ നിൽക്കുവാണോ? ഇവിടെ രാവിലെ മേപ്പാടിക്ക് പോയതാ? ഞാനിവിടെ അംഗൻവാടി ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന താഞ്ഞിലോട്. എന്താ അങ്ങോട്ട് കടത്തി വിടില്ലെന്നല്ലേ പറയുന്നത്? എങ്ങനെയും പോയേ പറ്റുമോ? സുഖമില്ലാത്ത ഉമ്മ ഉണ്ട്. നമുക്ക് എന്തായാലും പോണം. നടന്നെങ്കിൽ ഞങ്ങൾ പോകും വിട്ട് കഴിഞ്ഞാൽ. പക്ഷെ അതിന് പാലം ഇല്ലാത്തൊന്നും നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. നോക്കാം. അല്ല, എന്താണ് അവിടെ എങ്ങനെ അവസ്ഥ? നിങ്ങളുടെ വീടിന്റെ രാവിലെ വന്നതല്ലേ, ഇപ്പൊ എന്താന്ന് അറിയില്ല. നമുക്ക് പോയിട്ടേ അറിയുള്ളൂ കാര്യങ്ങളൊക്കെ. അവിടെ സുഖമില്ലാത്ത ഒരാളുണ്ട്, എന്റെ അമ്മ. നിർബന്ധമായിട്ട് അവിടെ എത്തിയിരിക്കണം. ഈ കഴിഞ്ഞ തവണ പ്രശ്നം പറ്റിയതിന്റെ അടുത്താണ് നിങ്ങൾ താമസിക്കുന്നത്? ഇല്ല, ഞങ്ങൾ ലേസം സേഫ് ഉള്ള സ്ഥലത്താണ്. അവിടെ ഇപ്പൊ എന്താന്ന് അറിയില്ല. അതായത് അംഗൻവാടി ഹെൽപ്പറാണ്. അവരുടെ അമ്മയും ബന്ധുക്കളുമൊക്കെ മറുകരയിലുണ്ട്. ഈ പാലം കടന്ന് അവർക്ക് ഇവിടെ നിന്നും അപ്പുറത്തേക്കാണ് പോകേണ്ടത്. അപ്പുറത്തുള്ള ആളുകളെ രക്ഷാപ്രവർത്തകർ തോളിലും മറ്റും ഏറ്റി ഇപ്പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ ആളുകളുടെ ഉറ്റവരും ഉടയവരുമൊക്കെ അപ്പുറത്താണ്. 96 വയസ്സുള്ള അമ്മ തന്നെ ഉള്ള ഒരു ചേച്ചിയാണ് നമ്മളോട് നേരെ സംസാരിച്ചിരിക്കുന്നത്. അവർക്ക് എന്തായാലും അമ്മയുടെ അടുത്ത് എത്തിയേ തീരൂ. നമ്മൾ മുമ്പേ കണ്ട അംഗൻവാടി ഹെൽപ്പറായ സ്ത്രീക്ക് അവരുടെ ബന്ധു രോഗാസനയായി കിടക്കുകയാണ്. അവരെ എത്തിക്കണം. ആടും കോഴിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്തായാലും രണ്ട് കരയിലായി ആളുകൾ. ഈ മീനാക്ഷി പാലം മൂലം ഈ മണ്ണ് വീഴ്ച മൂലം മുറിഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഇവിടെ നിന്നും ആളുകൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കണമെന്ന് പറയുമ്പോൾ അപ്പുറത്തു നിന്നുമുള്ള ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും രാവിലെ വന്ന തൊഴിലാളികളെ അടക്കം അവർ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. കുട്ടികളെയൊക്കെ അവിടെ നിന്നും എത്തിച്ചിരിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളെ ഒരു വാഹനത്തിൽ കയറ്റി സുരക്ഷിതമായി ഈ സ്ഥലത്ത് നിന്നും, ഈ അപകട സ്ഥലത്ത് നിന്നും മാറ്റുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. എന്തായാലും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഒരു വശത്ത്
വശത്തുള്ള ആളുകൾ മറുവശത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ മറുവശത്ത് ജോലിക്കും മറ്റുമായി ഉറ്റവരെയും ഉടയവരെയും വിട്ട് മേപ്പാടിയിലേക്കും കൽപ്പറ്റയിലേക്കും ആളുകൾക്ക് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് തന്നെ പോകണം. വീടുകളിലെ സാഹചര്യം എന്താണ് എന്നറിയില്ല. നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തിന് അടുത്ത് താമസിക്കുന്ന ആളുകളാണ്. വീണ്ടും അതിതീവ്ര മഴ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അങ്ങേയറ്റം ആശങ്കാകുലരായ ആളുകളെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപകട സ്ഥലത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഇപ്പോൾ MS സനീഷ് കുമാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നിമിഷ നേരം കൊണ്ട് അവർ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു എന്നതാണ്. അവർ തന്നെ പറയുന്ന വാക്കുകൾ, അവരിൽ പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടവരാണ്. പക്ഷേ തിരികെ വീട്ടിലേക്ക് എത്താൻ പറ്റാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ മണ്ണ് ഇടിഞ്ഞു വീണ സ്ഥലത്തേക്ക് അത് ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇല്ല, പുതിയതൊന്നും കൺഫേം ആയിട്ടില്ല. ഞാൻ കൺഫേം ആയിട്ട് പറയും. യെസ്, 4 മൃതദേഹങ്ങൾ ലഭിച്ചു എന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങൾ. 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയിലാണ് നിരവധി ആളുകളെ ഈ പ്രദേശത്ത് നിന്നൊക്കെ മാറ്റുന്ന, ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്കൊക്കെ മാറ്റുന്നു. അവരുടെ വാക്കുകളിൽ തന്നെ അവർക്ക് നേരത്തെ തന്നെ ഉണ്ടക്കൈ, ചൂരൽമല പ്രദേശത്തൊക്കെ അപകടത്തിൽ പെട്ടുപോയവരും അതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിട്ടവരുമൊക്കെയാണ് വലിയൊരു വിഭാഗം ആളുകളും. അനീഷ് നിരവധിയായ ആളുകളെ ഒഴിപ്പിക്കുന്നു. അതിൽ തന്നെ പലരും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മറുകരയിലേക്ക് എത്താൻ പറ്റാതെ പെട്ടുപോയവർ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, 2 തരത്തിൽ ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കാരണം ഒന്ന്, ഈ അപകടം നടന്ന ഈ മീനാക്ഷി പാലത്തിന് അപ്പുറത്തുള്ള ആളുകൾ. അവർ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.